എനിക്ക് സാന്റിയാഗോ മാർട്ടിനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു വ്യക്തിപരമായ അനുഭവം കൂടിയുണ്ട്. ഞാൻ പാലക്കാട് ബ്യൂറോയിൽ ജോലി കൊണ്ടിരുന്ന സമയത്ത് കോയമ്പത്തൂർ ഒരു ഹോമിയോ കോളേജിൽ വിദ്യാർത്ഥികളുടെ സമരം തുടങ്ങി. കുറച്ച് വിദ്യാർത്ഥികളെ ഈ കോളേജ് പുറത്താക്കി. ഈ കോളേജ് സാന്റിയാഗോ മാർട്ടിൻ്റെ കോളേജാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് അത് നടത്തുന്നത്. പേരൻസിനെയൊക്കെ വിളിച്ചിട്ട് സാന്റിയാഗോ മാർട്ടിൻ്റെ മകൻ ഒരു മീറ്റിംഗ് നടത്തുകയാണ്. കോളേജിൻ്റെ അച്ചടക്കം അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അപ്പോൾ ഈ മൈക്കിൻ്റെ ഐ ഡി കണ്ടു. അവർക്ക് പെട്ടെന്ന് മനസ്സിലായി സാന്റിയാഗോ മാർട്ടിൻ്റെ മകൻ മനസ്സിലായത് മലയാളം ചാനലാണെന്ന് മനസ്സിലായി. അദ്ദേഹം ഇങ്ങനെ സ്റ്റേജിലിരുന്നിട്ട് ആ രണ്ടുപേരെ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചപ്പോൾ കുറേ പേര് വന്നിട്ട് സാർ വാങ്ക സാർ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് പെട്ടെന്ന് ഒരു കവറെടുത്ത് നമ്മുടെ കയ്യിലേക്ക് തരാം. അപ്പോൾ എനിക്ക് അത് പിടിച്ച് മനസ്സിലായി നല്ല കെട്ട് കണക്കിന് ക്യാഷാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ ഞാൻ ഷിജുവിനോട് കൈ കാണിച്ചു. നമ്മളത് തിരിച്ചു കൊടുത്ത് നമ്മൾ പുറത്തിറങ്ങിയിരുന്നു. കാരണം അവിടെ നിന്നാണല്ലോ അവർ പൈസ തരുള്ളൂ. അതാണ് അവരുടെ രീതി. അപ്പോൾ ക്യാഷ് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ BJPക്ക് എന്തിന് ക്യാഷ് കൊടുത്തു എന്ന് ചോദിച്ചാൽ നമ്മൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഏതാണ്ട് 400 കോടി രൂപ അവരുടെ എന്ത് ചെയ്തിട്ടുണ്ട്, മരവിപ്പിച്ചിട്ടുണ്ട്. ED നിരന്തരം റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ കമ്പനികൾ.